നീറ്റിൽ ചരിത്രമെഴുതാൻ ഡോപ്പയ്ക്കൊപ്പം എഡ്യൂടെക് ഭീമൻ ഡോക്ടർ ഭാട്ടിയും. ഡോക്ടർ ഭാട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ ഡോക്ടർ നച്ചിക്കട്ട് ഭാട്ടിയ കോഴിക്കോടെത്തി ഡോപ്പയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി വി അബ്ദുറഹ്മാൻ അവാർഡുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോപ്പ ഇന്ന് നീറ്റ് പരിശീലന രംഗത്തെ പ്രമുഖ പേരുകളിലൊന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ 4 ഡോക്ടർമാരും ഒരു എഞ്ചിനീയറും കൂടി ആരംഭിച്ച ഡോപ്പ 4 വർഷത്തെ മികച്ച പ്രവർത്തനം കൊണ്ട് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയത്. ഈ നേട്ടം അംഗീകരിച്ചാണ് രാജ്യത്തെ ഏറ്റവും മികച്ച നീറ്റ് PG വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിലൊന്നായ ഡോക്ടർ ഭാട്ടിയ ഡോപ്പയുമായി ഒത്തുചേരുന്നത്. ഡോപ്പയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായി ഡോക്ടർ ഭാട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഇഒ ഡോക്ടർ നച്ചിക്കോട്ട് ഭാട്ടിയ കോഴിക്കോടെത്തി ഡോപ്പയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാൻ അവാർഡുകൾ വിതരണം ചെയ്തു. ബഹുമാനപ്പെട്ട ഡോക്ടർമാരുടെ ഈ ടീം ഓഫ് ഡോക്ടേഴ്സ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഡോപ്പ പക്ഷേ അവരെല്ലാം തന്നെ ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള ഒരു യുവജനങ്ങളുടെ നിരയാണ്. ജപ്പാൻ കമ്പനിയുമായി ഡോക്ടർ ഭാട്ടിയയുടെ 800 കോടി രൂപ മൂല്യം വരുന്ന ലയനത്തിന് തൊട്ടു പിന്നാലെയാണ് ഡോപ്പയുമായുള്ള സഹകരണമെന്നതും ശ്രദ്ധേയമാണ്. ഡോപ്പ സ്ഥാപകരായ ഡോക്ടർ നിയാസ് പാലോത്ത്, ഡോക്ടർ മുഹമ്മദ് ആസിഫ്, ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ, ഡോക്ടർ ജംഷിദ് അഹമ്മദ്, മുനീർ മരക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും മികച്ച പരിശീലനം നൽകാനുള്ള ശ്രമം ഈ കൂട്ടുകെട്ടിലൂടെ ആരംഭിച്ചു കഴിഞ്ഞെന്ന് ഡോപ്പ ഡയറക്ടർ ബോർഡ് പറഞ്ഞു. ഇന്ത്യയിലെ മെഡിക്കൽ PG എൻട്രൻസ് എക്സാമിലെ നമ്പർ 1 പേരായ ഡോക്ടർ ഭാട്ടിയാസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊരു സ്ട്രാറ്റജിക് ടൈപ്പ് നടത്തുന്നുണ്ട്. ഇതിലൂടെ ഡോപ്പ കേരളത്തിന് പുറത്തും വിവിധ ബാക്കി സംസ്ഥാനങ്ങളിലും അതിന്റെ ഗ്രാസ്പ് അല്ലെങ്കിൽ അതിന്റെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായുള്ള ഡോപ്പ ഇതിനകം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റിൽ മികച്ച അവസരം നേടാൻ വഴിയൊരുക്കി കഴിഞ്ഞു. 1000-ലധികം വിദ്യാർത്ഥികളാണ് ഡോപ്പ വഴി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി മെഡിക്കൽ പ്രവേശനം നേടിയത്. ഇത്തവണ 4000-ലധികം വിദ്യാർത്ഥികൾ എൻട്രൻസ് പരിശീലനത്തിലാണ്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.